നീർമാതളം പൂത്തകാലം. കൽക്കത്തയിൽ ലാൻസ്റ്റോൺ റോഡിൽ സ്ഥിതി ചെയ്തിരുന്ന ഞങ്ങളുടെ വസതിയിൽ അടുക്കളയ്ക്കും കരിമുറിക്കും നടുവിൽ ശവക്കല്ലറ പോലെ ചെറുതായ ഒരു ചായ്പുണ്ടായിരുന്നു. അതിൽ തേങ്ങ, ചിരട്ട, ചകിരി മുതലായവ അടുക്കി വയ്ക്കാനുള്ള 2 തിണ്ണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വാതിലോ ജനവാതിലുകളോ ഉണ്ടായിരുന്നില്ല. തേങ്ങ വയ്ക്കുന്ന തിണ്ണയിൽ ഇരിക്കുവാൻ ഞാൻ പുറപ്പെട്ടപ്പോൾ നിലത്ത് പഴയ ചാക്കിൽ കാലുകൾ നീട്ടിയിരുന്നിരുന്ന ത്രിപുര പറഞ്ഞു, "കുട്ടി, എൻ്റെ അടുത്തിരിക്കൂ. തേങ്ങ കൂട്ടിയിട്ട സ്ഥലത്ത് എലിയുണ്ടാവൂ." കരിമുറിയിൽ 2 കയറ്റുകട്ടിലുകൾ ഉണ്ടായിരുന്നു. ഒന്നിൽ അച്ഛൻ്റെ ഓഫീസിലെ ശിപ്പായിയായിരുന്ന കുഞ്ഞാത്തു സമയം കിട്ടുമ്പോഴേക്ക് ചുരുണ്ട് കിടന്നു. മറ്റേ കട്ടിലിൽ കിടന്നുകൂടെ എന്ന് ഞാൻ എൻ്റെ വൃദ്ധ പരിചാരികയായ ത്രിപുരയോട് ചോദിച്ചപ്പോൾ അവർ കറുത്തു തേഞ്ഞ പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചു. "പരപുരുഷന്മാർ കിടക്കുന്ന മുറിയിൽ സ്ത്രീകൾക്ക് കിടക്കാൻ വയ്യല്ലോ," അവർ പറഞ്ഞു. "കിടന്ന എന്തു സംഭവിക്കും?" "പുരുഷൻ ചീത്ത വിചാരത്തോടെ സ്ത്രീയുടെ കാൽവിരൽ തൊട്ടാൽ മതി, അവളുടെ ചാരിത്രം നഷ്ടപ്പെടും. അത് തീർച്ചയാണ്," ത്രിപുര പറഞ്ഞു. അവരുടെ ശ്വാസോച്ഛ്വാസത്തിൽ വലിവ് രോഗത്തിൻ്റെ ഒരു നേർത്ത ചൂളം വിളിയും മർമ്മരവും ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. "ചാരിത്രം എന്തു വസ്തുവാണ് ത്രിപുര?" ഞാൻ ചോദിച്ചു. ത്രിപുര വീണ്ടും ചിരിച്ചു. "എനിക്കും നിങ്ങൾക്കും ചാരിത്രമുണ്ടോ?" ഞാൻ അവരോട് ചോദിച്ചു. "എനിക്ക് ചാരിത്രമുണ്ട്. കുട്ടിക്ക് ഉണ്ടാവേണ്ട പ്രായമായിട്ടില്ല. 2-3 വർഷങ്ങൾ കഴിയട്ടെ." ത്രിപുരയുടെ ഇടത്തെ കൈത്തണ്ടമേൽ ഒരു വെള്ളി തകിട് കോർത്ത കറുത്ത ചരട് അവർ കെട്ടിയിരുന്നു. നെറ്റിയിലും താടിമേലും ചുമലിലും കൈത്തണ്ടയിലും പച്ച കുത്തിച്ച രൂപങ്ങളിൽ ഭദ്രകാളിയും പടവാളും ഗരുഡനും തലയോടും ഞാൻ കണ്ടു. തലയോട് അവരുടെ ഇടത്തെ ചുമലിലായിരുന്നു. "ത്രിപുര എന്തിനാണ് തലയോട് വരച്ചു വെപ്പിച്ചത്?" ഞാൻ ചോദിച്ചു. "അത് ആളുകളെ ഭയപ്പെടുത്താനാണ്. കരിങ്കണ്ണ് പറ്റാതിരിക്കുവാൻ ഒരു തലയോട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആവശ്യമാണ്. എൻ്റെ ജ്യേഷ്ഠത്തെ 7-ാം വയസ്സിൽ വസൂരി ബാധിച്ചു മരിച്ചു. അടുത്ത വീട്ടിലെ സ്ത്രീയുടെ കരിങ്കണ്ണ് തട്ടി. അത്ര തന്നെ. പിന്നെ വസൂരി പൊന്തി മരിച്ചു. പിന്നീടാണ് അമ്മ എൻ്റെ ശരീരത്തിൽ ആകെ പച്ച കുത്തിയത്." "ത്രിപുരയ്ക്ക് ചെറുപ്പകാലത്ത് സൗന്ദര്യം ഉണ്ടായിരുന്നോ?" ഞാൻ ചോദിച്ചു. അവർ പുകയിലത്തരികൾ ചുണ്ണാമ്പ് കൂട്ടി ഇടത്തെ ഉള്ളംകൈയിൽ വെച്ച് ഞെരടി വീണ്ടും ആ പുഞ്ചിരി ഒരു കറുത്ത വാവു പോലെ മടങ്ങിയെത്തി. "ഇപ്പോഴുള്ള സൗന്ദര്യം തന്നെ അന്നും. ശരീരത്തിൻ്റെ നിറം മാറിയില്ലല്ലോ. തലമുടി മുക്കാലും കൊഴിഞ്ഞു. അത് സത്യമാണ്. പണ്ട് എൻ്റെ അഴിച്ചിട്ട മുടി കാൽമുട്ടിൽ വന്നു വീഴുമായിരുന്നു. അത് കണ്ടിട്ടാണ് എനിക്ക് ആദ്യമായി ഒരു പണക്കാരൻ കല്യാണാലോചനയുമായി വന്നത്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കാളിഘട്ടിൽ പോയി കാളിമയെ തൊഴാറുണ്ടായിരുന്നു. പൂജാരി എനിക്ക് സിന്ദൂരവും കൽക്കണ്ടവും കുപ്പിവളയും മറ്റ് സ്വകാര്യമായി തരാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, താൻ ഷിയാൻഡയിലെ പൂർണ്ണേന്ദു മണ്ഡലിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന്. "എന്തിന്?" എന്ന് ഞാൻ ചോദിച്ചു. പൂജാരിക്ക് ദേഷ്യം വന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വീടുകളിലേക്ക് എന്തിനാണ് അപരിചിതർ ചെല്ലുന്നത്? വിവാഹാലോചന നടത്തുവാൻ തന്നെ. ഞാൻ ആകെ വിയർത്തുപോയി. എനിക്ക് 13 വയസ്സ് പ്രായമായിരുന്നു. വിവാഹം എന്താണെന്ന് കൂടി എനിക്കന്ന് അറിഞ്ഞിരുന്നില്ല. ത്രിപുര പറഞ്ഞു നിർത്തി. അവർ കുറച്ചു നേരം വായി പുകയിലിട്ട് മെല്ലെ ചവച്ചു. പിന്നീട് തൻ്റെ തുപ്പൽ ഒരു കോളാമ്പിൽ നിക്ഷേപിച്ച് അത് നീക്കിവെച്ചു. "മോളെ, ഞാൻ പൂജാരി കൊണ്ടുവന്ന ആളെ കണ്ടപ്പോൾ ഭയം കൊണ്ട് തളർന്നു. കറുത്തു തടിച്ച് മേലാസകലം രോമമുള്ള ഒരു മുച്ചുണ്ടൻ. സംസാരിക്കുമ്പോൾ ഇടി വെട്ടുന്ന ശബ്ദം. ഒരു കൊഞ്ഞലും. 2-ാം കല്യാണത്തിനാണ് വന്നത്. ആദ്യത്തെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു." ത്രിപുര തുടർന്നു. "ത്രിപുര അയാളെ കല്യാണം കഴിച്ചുവോ?" ഞാൻ വിസ്മയത്തോടെ ചോദിച്ചു. "ഇല്ല. അച്ഛൻ നിർബന്ധിച്ചു തുടങ്ങിയപ്പോൾ ഗത്യന്തരമില്ലാതെ ഞാൻ കാളിഘട്ടിൽ പോയി അമ്മയോട് പ്രാർത്ഥിച്ചു. മൊണ്ടൽ വസൂരി പിടിച്ച് കിടപ്പിലായി. 8-ാം ദിവസം മരിച്ചു." "കാളിഘട്ടി പ്രാർത്ഥിച്ചത് അയാൾ മരിക്കാനായിരുന്നോ?" ഞാൻ ചോദിച്ചു. ത്രിപുര വീണ്ടും ചിരിച്ചു. "മറ്റെന്തു പോംവഴി?" അവർ ചോദിച്ചു. "ഒരു ദരിദ്രയായ പെൺകുട്ടിക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലല്ലോ." സുഖകരമായ ഒരു മൗനത്തിൽ ആ ചർച്ച അവസാനിച്ചു. ആ നിമിഷത്തിലാണ് എൻ്റെ കൊച്ചനേറ്റിയുടെ പരിചാരികയായ കല്ലു അവിടെ പ്രവേശിച്ചത്. "അല്ല, കുട്ടി ഇവിടെ ഇരുന്ന് ഈ തള്ളയുടെ നുണക്കഥകൾ കേൾക്കുക. ഉമ്മർത്തുന്ന അച്ഛൻ എത്ര തവണയായി വിളിക്കുന്നു.
ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കാറിൽ കാറ്റൊള്ളാൻ പോണ്ടേ? ഇവിടെ കുത്തിയിരുന്ന് നുണക്കഥകൾ കേട്ടാൽ മതിയോ? കല്ലു ഉദ്യോഗത്തോടെ ചോദിച്ചു. ത്രിപുര പറയണത് നുണക്കഥയൊന്നുമല്ല. ഞാൻ പിറുപിറുത്തു. ത്രിപുരയോടോ മറ്റുള്ള ഭൃത്യന്മാരോടോ വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ സംശയങ്ങൾ ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുക എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചു. അച്ഛൻ കോപിച്ചേക്കും. അമ്മയാണെങ്കിലോ സദാസമയം എഴുത്തിലും വായനയിലും വ്യാപൃതിയായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് എന്ന ഒരു മറുചോദ്യവും പകച്ചൊരു നോട്ടവും മാത്രമേ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയുള്ളൂ. എന്നും ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒരേ ഒരാൾ കുഞ്ഞാത്തു എന്ന വൃദ്ധനായിരുന്നു. ചാരിത്രം എന്താണെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. മോളെ, ബംഗാളിയോട് പറയണ ഒരൂട്ടം പേച്ചൊക്കെ എന്നോട് പറഞ്ഞാൽ അത് ഇക്ക് മനസ്സിലാവോ? ആളുകൾക്ക് തിരിയണ ഭാഷയിൽ പറഞ്ഞാൽ ഇക്ക് മനസ്സിലാവൂ, അദ്ദേഹം പറഞ്ഞു. ആളുകൾക്ക് തിരിയുന്ന ഭാഷ ഏതാ? ഞാൻ ചോദിച്ചു. നമ്മുടെ ഭാഷ മലയാളം. അതെല്ലാവർക്കും തിരിയണ ഭാഷയാ. എട്ടും പൊട്ടും തിരിയാത്ത കിടാങ്ങൾക്കും മലയാളം തിരിയും. നമ്മുടെ അനിയത്തിക്കുട്ടിയും മലയാളം പറയുന്നില്ലേ, മണിയായിട്ട്? അതിന് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. മുലകുടി മാറാത്ത കിടാങ്ങളും പറയണു അമ്മ അമ്മാന്ന്. അതിൻ്റെ അർത്ഥം എന്താന്ന് നിശ്ചണ്ട. ജനിക്കണേൻ്റെ മുമ്പ് എന്നെ ദൈവം കുട്ടികൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്ന അതിൻ്റെ അർത്ഥം. ദൈവം ഇംഗ്ലീഷും പഠിപ്പിക്കില്ല, ബംഗാളിയും പഠിപ്പിക്കില്ല. ദൈവം മലയാളം മാത്രമേ പഠിപ്പിച്ചു കൊടുക്കൂ, കുഞ്ഞാത്തു പറഞ്ഞു. അച്ഛൻ മിക്ക ദിവസവും വൈകുന്നേരം അമ്മയെയും ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ലേക്കിലേക്ക് കാറിൽ പോവാറുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ലേക്കിൻ്റെ ചുറ്റും 3 തവണ ധൃതി പിടിച്ച് നടക്കുമ്പോൾ ഞാനും അനുജനും അനുജത്തെയും പുൽത്തകടിയിൽ ഇരിക്കുകയോ ഓടുകയോ കാഴ്ചകൾ കണ്ട് നടക്കുകയോ ചെയ്തു. കച്ചവടക്കാർ വിൽക്കുവാനായി മരത്തട്ടിലോ കൊട്ടയിലോ പേറിയിരുന്ന സോനാപപ്രി എന്ന മധുര പലഹാരമോ വറുത്ത കടലയോ ഐസ്ക്രീമോ വാങ്ങുവാൻ ഞങ്ങളുടെ കൈവശം പണമുണ്ടായിരുന്നില്ല. അതൊന്നും ഞങ്ങൾ വാങ്ങി തിന്നുന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് ആ തടാകത്തിന് ചുറ്റുമുള്ള പുൽത്തകടിയിൽ കുടുംബസമേതം വിശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ചിലർ പൂമാല വിറ്റിരുന്നു. വിരിഞ്ഞു തുടങ്ങുന്ന പുല്ലപ്പൂക്കൾ കൊണ്ട് ചമച്ച പൂമാലകൾ. കുലസ്ത്രീകളും അവ വാങ്ങി അഭിമാനത്തോടെ മുടികെട്ടിന് മീതെ തിരികെ വെച്ചു. ഞാൻ വലുതായാൽ എന്നും എൻ്റെ മുടിയിൽ മുല്ലപ്പൂമാല ചൂടും. ഡ്രൈവർ മുൻഫീദ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നർത്തകികളും ഗായികമാരും മാത്രമേ മുടിയിൽ മുല്ലപ്പൂമാല ചൂടുകയുള്ളൂ, മുർഫീദ് എന്നോട് പറഞ്ഞു. അതെന്താ അങ്ങനെ? നല്ല സ്ത്രീകൾക്ക് മുല്ലമാല ആവശ്യമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും 3-ാം പ്രദക്ഷിണത്തോടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായി. ഒരു ദിവസം അച്ഛൻ ഏതോ ഔദ്യോഗിക ആവശ്യത്തിനായി ആസാമിൽ പോയി. ഗൃഹാന്തരീക്ഷം അച്ഛൻ്റെ അഭാവത്തിൽ ഒട്ടും സംഘർഷമില്ലാതായി മാറി. അതുകൊണ്ടായിരിക്കാം ത്രിപുര എന്നോട് പറഞ്ഞത് അവർ എന്നെ കാളിഘട്ടിൽ കൊണ്ടുപോയി കാളിയമ്മയെ കാണിച്ചു തരാമെന്ന്. ഞാൻ ഉടനെ തന്നെ ഉടുപ്പ് മാറ്റി. എൻ്റെ ഫ്രോക്കിൻ്റെ കീശയിൽ 3 രൂപയുണ്ടായിരുന്നു. ഞാനും ത്രിപുരയും ട്രാം പിടിച്ചാണ് യാത്ര ചെയ്തത്. ട്രാമിൻ്റെ അലസമായ ഗമനവും മണിയടിയും എന്നെ വല്ലാതെ കണ്ട് ആകർഷിച്ചു. ട്രാമിൽ വാതിലിനടുത്തുള്ള സീറ്റിലിരുന്നപ്പോൾ ത്രിപുര എൻ്റെ വലതു കൈ തൻ്റെ കയ്യിൽ ഒതുക്കി വെച്ചു. എൻ്റെ കൈ വിട്ടുപോകരുത്, അവർ മന്ത്രിച്ചു. ഞങ്ങൾ ഇരുന്നിടത്തേക്ക് ഒരു വൃദ്ധൻ ഇടയ്ക്കിടെ കണ്ണോടിച്ചു. അദ്ദേഹം വലതുവശത്താണ് ഇരുന്നത്. മഞ്ഞച്ചു കഴിഞ്ഞ ഒരു പട്ടുജുബായും ധോത്തിയുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കവിളിൽ ഒരു പൊള്ളലിൻ്റെ ചുവന്ന അടയാളം, ഒരു ചെമ്പുനാണയം പതിച്ചു വെച്ച പോലെ കാണപ്പെട്ടു. ആ തന്തയുടെ മുഖത്ത് എന്താണ് ചുവന്ന പാട്? ഞാൻ ത്രിപുരയോട് ചോദിച്ചു. ത്രിപുര വലത്തെ കൺകോളിലൂടെ അദ്ദേഹത്തെ നോക്കി. ചട്ടുകം ചൂടാക്കി വച്ചതിൻ്റെ പാടാണ്, അവർ മന്ത്രിച്ചു. ആരായിരിക്കും ആ കടുങ്കൈ ചെയ്തത്? ഞാൻ ചോദിച്ചു. ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടിയതാവും. ആ പാവം വൃദ്ധൻ എന്തു കുറ്റം ചെയ്തു? കുറ്റം ചെയ്യാത്ത പുരുഷന്മാർ ഈ ലോകത്തിലുണ്ടോ? അവർ ഭാര്യമാരെ വഞ്ചിക്കുന്നു, സ്ത്രീകളുടെ ചാരിത്രം കട്ടെടുക്കുന്നു. ഒടുവിൽ ഭാര്യ മരിച്ചതിന് ശേഷം പുത്രഭാര്യമാർ അവരുടെ മുഖത്തും നെഞ്ഞത്തും ചട്ടുകം ചൂടാക്കി വയ്ക്കുന്നു, പാപം തീർക്കാനായി. പുത്രഭാര്യമാരോ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, പുത്രഭാര്യമാർ. അവർ ജനിക്കുന്നത് തന്നെ ഇത്തരം ശിക്ഷ അനുഭവിപ്പിക്കാനാണ്. ഞങ്ങളുടെ സംഭാഷണം കേട്ടു എന്ന മട്ടിൽ ട്രാമിലെ വൃദ്ധൻ പെട്ടെന്ന് വിവർണനായി. അദ്ദേഹം ട്രാം നിന്നയുടനെ ധൃതിയിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചോറിൽ പാഷാണം ചേർത്ത് കൊടുത്ത് ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന ഒരുത്തി എനിക്കറിയാം, ത്രിപുര പറഞ്ഞു.
അവരെ കൊന്നിട്ട് എന്ത് പ്രയോജനം? അച്ഛനെ കൊന്നിട്ട് ഒരു വാച്ച് സ്വന്തമാക്കി, അമ്മയെ കൊന്നിട്ട് പുതിയൊരു രോമപ്പുതപ്പും 2 സ്വർണ്ണവളകളും അവർ സ്വന്തമാക്കി. ത്രിപുര പൈശാചികമായൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. ഒരു വാച്ചിന് വേണ്ടി, 2 വളയ്ക്ക് വേണ്ടി കൊല്ലുകയോ? ഞാൻ ചോദിച്ചു. ഒരു മോതിരത്തിന് വേണ്ടി കൊന്നവരെയും എനിക്കറിയാം, അവർ പറഞ്ഞു. അവരുടെ ചുണ്ടുകൾ താമ്പൂല ചവർണം കൊണ്ട് ചുവന്നിരുന്നു, കണ്ടടങ്ങളിൽ മഷി പരന്നിരുന്നു. ഞാൻ എൻ്റെ മോതിരവിരലിൽ കിടന്നിരുന്ന മുദ്ര മോതിരത്തിലേക്ക് ഒരിക്കൽ നോക്കി. അമ്മമ്മ എൻ്റെ ജന്മനാളിൽ തന്ന സമ്മാനമായിരുന്നു അത്. ഇനി എത്ര ദൂരം പോകണം? എത്താറായി. ട്രാമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. എൻ്റെ കൈ പിടിച്ച് നടന്നാൽ മതി. വെയിൽ മുക്കുമ്പോഴേക്കും നമുക്ക് തൊഴുത മടങ്ങാം. എത്ര ശക്തിയുള്ള ക്ഷേത്രമാണ് കാളിഘട്ട്. വിചാരിച്ചത് എന്തും കിട്ടും. കുട്ടിക്ക് എന്താണ് ആവശ്യം? പരീക്ഷയിൽ പാസ്സാവുകയോ? കണക്ക് ടീച്ചറില്ലേ, ബിസ്വാസ് എന്ന ആളുടെ ഭാര്യ, കുട്ടിയെ ലായ്പോഴി ശകാരിക്കുന്ന സ്ത്രീ. അവരെ കൊല്ലാൻ എളുപ്പമാണ്. പൂജാരിയോട് പറഞ്ഞ് ഒരു പ്രത്യേക വഴിപാട് നടത്താം, ത്രിപുര പറഞ്ഞു. വേണ്ട, കണക്ക് ടീച്ചർ മരിക്കണമെന്നില്ല. ഒരു കണക്ക് ടീച്ചർ പോയാൽ മറ്റൊന്നു വരും. കണക്ക് ജയിക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു. നരബലി നടന്നിരുന്ന ക്ഷേത്രമാണ്. കുട്ടിക്ക് കാളിഘട്ടിൻ്റെ ശക്തി അറിയില്ല. ട്രാമിൽ നിന്ന് ത്രിപുരയുടെ കൈ പിടിച്ച് ഞാൻ ഇറങ്ങി. എൻ്റെ കാൽമുട്ടുകൾ വിറച്ചു. നിരത്തിൻ്റെ അരികിൽ കൂടി നടക്കാം. മനുഷ്യനെ ഒരു കരിങ്കലിൽ വെച്ച് കൊന്ന് ആ രക്തം കൊണ്ട് കാളിയമ്മയ്ക്ക് അഭിഷേകം, അന്നൊക്കെ വിചാരിച്ചത് എന്തും സാധിച്ചെടുക്കാം, ത്രിപുര പറഞ്ഞു. ത്രിപുരയ്ക്ക് എന്ത് കിട്ടുവാനാണ് ആഗ്രഹം? ഞാൻ ചോദിച്ചു. എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ കോലാടിനെ വെട്ടി വഴിപാട് നടത്തിയാൽ അവയൊന്നും സാധിച്ചെടുക്കാൻ സാധ്യമല്ല, ത്രിപുര ഒരു കലങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അവർ ഒരു വാരദൂരം മുന്നിൽ സഞ്ചരിച്ച് പിന്നീട് എന്നെ തിരിഞ്ഞു നോക്കി. അവർക്ക് ആ നിമിഷത്തിൽ എന്നെ കാളിക്ക് ബലി കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് ആ തുടുത്ത കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി.